എവിടെ Uncle, can you give me a water? വാട്ടർ ചോദിക്കണ്ട എന്നോടല്ല സ്വന്തം അപ്പനോട് ചോദിക്കണം കേട്ടാ. Papa, what's wrong with this man? Excuse me. Please give some water. ഹായ് ശ്രീ. പെട്ടി നിറച്ച് സംസാരിക്കല്ലേ നീ സെറ്റപ്പായാലോ മുത്തേ. നീ ക്ഷീണിച്ചു പോയിട്ടാ. നീ വല്ല കഴിച്ചാ? കഴിച്ചു വേണ്ടാന്ന് വേണ്ട വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഒന്നും വേണ്ടേ അണ്ണാ? ഏയ് വേണ്ട കുഴപ്പമില്ല. എന്റെ ഡ്യൂട്ടി മോലാലിനോട് പറഞ്ഞേക്ക് ഞാൻ റിസൈൻ ചെയ്തെന്ന്. വിശ്വാസമായില്ലേ? നീ ഞങ്ങക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉണ്ട് കാണാട്ടാ. വേണ്ട 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 ഈ ബാഗ് ഞാൻ എടുത്തോ. ഞാൻ പിടിച്ചോളാന്ന്. കസ്റ്റമേഴ്സ് കുഴപ്പമൊന്നുണ്ടാവില്ലല്ലോ. എനിക്ക് ജ്യൂസ് വല്ലതും വേണോ? ഏയ് ഒന്നും വേണ്ട. ഏയ് ഞാൻ ഇന്ന് വെളുപ്പിന്റെ ഒരു സ്വപ്നം കണ്ടടാ. ആണോ? വെളുപ്പിനയുടെ സ്വപ്നം ഫലിക്കുന്നല്ല പറയണത്. ഞാൻ നോക്കിയപ്പോ നമ്മുടെ പുതിയ ഷോപ്പ് അൽ ശ്രീ പെരേര പിസ്സ ഹട്ട്. നമ്മുടെ ഓർഡറുമായിട്ട് നമ്മുടെ പെരേര പിസ്സ ഹട്ടിന്റെ വണ്ടികൾ UAE-യിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നു. നമ്മൾ വലിയ മുതലാളിമാരെ പോലെ ഇരിക്കുന്നു. പിസ്സ ഭയങ്കര ഹിറ്റാവുന്നു. നമ്മളിത് ഹിറ്റാക്കാൻ വേണ്ടി ഒരു പിസ്സ ഫ്രീ കൊടുത്തുകൊണ്ട് UAE-യിലെ മൊത്തം ആൾക്കാരെ നമ്മൾ അഡിക്റ്റ് ആക്കുന്നു നമ്മുടെ പിസ്സയ്ക്ക്. എങ്ങനെയുണ്ട്? ഓക്കെ, നീ വിചാരിച്ചതൊക്കെ നടക്കൂട്ടാ. അങ്ങനെ മാത്രമല്ല എന്റെ പ്ലാൻ. പിന്നെ അത് കഴിഞ്ഞാല് US, യൂറോപ്പ്, ഓസ്ട്രേലിയ, അമേരിക്ക, അങ്ങനെ അന്റാർട്ടിക്ക വരെ നമ്മുടെ ഷോപ്പിന്റെ ഫ്രാഞ്ചൈസ് നമ്മൾ കൊടുക്കും. നീ ഒരു സംഭവട്ടാ പെരേരാ. ഇപ്പൊ നമ്മൾ പോണത് നമ്മുടെ മദർ ഷോപ്പ് കാണാനായിട്ട്. ഇതാ കടാ 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നമുക്ക് പോയിരിക്കാം. എങ്ങനെയുണ്ട് സ്ഥലം? ആ ഭാഗത്ത് പുറത്തുമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ബോർഡ് വരും. അവിടെയാണ് ക്യാഷ് കൗണ്ടർ വരും. ഇത് സെൻട്രലായിട്ട് കിച്ചൺ മൊത്തം നമ്മൾ ഇന്റീരിയർ ചെയ്യും. ഇതിന്റെ ചുറ്റിനുമായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അവരൊക്കെ നമ്മുടെ പിസ്സ ഓർഡർ ചെയ്യുന്നു, കൊതിയോടെ കഴിക്കുന്നു. നമ്മളൊരു പിസ്സയ്ക്ക് ഒരെണ്ണം ഫ്രീ കൊടുത്ത് കച്ചവടം പിടിക്കുന്നു. പാകിസ്ഥാനികളെ, ഈജിപ്ഷ്യൻസിനെയും ഫിലിപ്പീൻസിലേക്ക് കൊടുത്ത് മാട് പണിയെടുപ്പിക്കും. നീ 2000 സ്ക്വയർ ഫീറ്റിന്റെ കമ്മീഷൻ എത്തുന്ന ഞാൻ പറഞ്ഞാൽ മതി. ഞാനത് വായിലോട്ട് തള്ളി വെച്ചാ. ഭയങ്കര നെഗറ്റീവ് എനർജിയാണല്ലോ. ഇതിനൊക്കെ കുറെ പൈസ ആവൂലടാ. ഇപ്പൊ തന്നെ അവർ അഡ്വാൻസ് 80,000 ദിർഹംസാ ചോദിച്ചത്. പിന്നെ നിന്നെ പോലും ഷെയ്ഖന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ തന്നെ മേടിക്കാനുള്ളത്. എന്നാലും നമ്മളെ പറ്റിക്കാൻ പാടില്ലല്ലോ. ഞാനൊരു 70,000 ദിർഹംസിനെ അങ്ങോട്ട് ഉറപ്പിച്ചു. തൽക്കാലം നീ ഒരു 1,00,000 ദിർഹംസ് ഇങ്ങോട്ട് തന്നെ. കുറച്ച് പട്ടച്ചെലവൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറച്ചൊരു കമ്മീഷനും കൊടുക്കാണ്ട്. 1,00,000 ദിർഹംസാ? മതി. നീ എന്നെ കളിയാക്കിയതാണോ? അപ്പൊ കുഞ്ഞച്ചൻ പറഞ്ഞതാ? കുഞ്ഞച്ചൻ എന്ത് പറഞ്ഞോന്ന്? എന്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ലാട്ടാ. എടാ അപ്പൊ നീ IT മേഖലയിൽ ജോലി എടുത്ത പൈസയൊക്കെ എന്ത്? അതൊക്കെ എല്ലാ മാസം കറക്റ്റ് ആയിട്ട് ഞാൻ അച്ഛൻ അയച്ചു കൊടുക്കും. പിന്നെ നീ ഇപ്പൊ അയച്ചു കൊടുത്തോളല്ലോ നിന്റെ അച്ഛനെ കഞ്ഞി കുടിക്കാൻ. അപ്പൊ നിന്റെ അടുത്ത് ഒന്നുമില്ലേ? പിന്നെ നീ എന്തിനാ എന്റെ അടുത്തോട്ട്? ഞാനൊരു റൂമിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തടാ. കുഞ്ഞച്ചൻ പറഞ്ഞിരുന്നു നീ വിചാരിച്ചാലേ നടക്കുള്ളൂ. വാ കേറാം. ഇവനത് എവിടെ പോയി? പോയാ? ഓ കുഞ്ഞച്ചനാണ് ഇതിനൊക്കെ കാരണം. ഒരു ഫോണും കുറച്ച് ഇന്റർനെറ്റ് ഉണ്ടെന്ന് കരുതി എന്ത് പോക്കറ്റ് കാണിക്കണം? അയ്യോ, എന്റെ ട്രൈപോഡ്. സെലിബ്രിറ്റിയാണ് ഞാൻ. എന്നിട്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇല്ലീഗലാണ്. ഇത് ലീഗലാണോ? പിന്നെ എന്നാ പോവാ. സാറ് ലൈവ് കണ്ടു വന്നാണ് എന്നെ ഫോളോ ചെയ്യണ്ട. സാറി ഫോൺ എടുത്തു, അല്ലെങ്കിൽ കലം പിടിച്ചാലും മതി. ഹലോ എടാ കുഞ്ഞച്ചൻ നാറി, നീ എന്തൊക്കെയാടാ ശ്രീനെ പറ്റി പറഞ്ഞത്? അവൻ വേറെ സീറോ ആണല്ലോ. എടാ ആ ശ്രീ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെന്ന് കരുതി ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നെ നമ്മുടെ പ്രോഗ്രാം കയറി വൈറലായിട്ടാ. ചിലപ്പോ എന്നെ വിളിച്ചാ കിട്ടണമെന്നില്ല. നീ കയറി തള്ളിയാർന്നേ ഇവന്റെ ജോലി പോയനെ. അല്ല ജോലി പോയല്ല മുതലാളി.
sir. ¿Cómo está acá? I'm fine, sir. Maputi? Yeah, how is sales today? Everything okay? Everything's Molali? good, sir. ഞാൻ വന്നു. ഹായ് നീയല്ലേ ചങ്ങായി കുറച്ച് നേരത്തെ റിസൈൻ ചെയ്തിട്ട് പോയത്? ആര് പോയി? ഞാൻ റിസൈൻ ഒന്നും എഴുതി കൊടുത്തിട്ടില്ല. നീ പോയത് നന്നായി. നിന്നെ പിരിച്ചുവിടാൻ നിൽക്കണായിരുന്നു. ദേ നിനക്ക് പകരം അപ്പോയിന്റ് ചെയ്ത പെൺകുട്ടിയാണ് നിൽക്കുന്നത്. Hi. മുതലാളി എന്ത് വർത്താനാണ് മുതലാളി പറയണത്? എന്റെ പ്രാരാബ്ദം കൊണ്ടല്ലേ മുതലാളിയുടെ അടുത്ത് ഞാൻ വരുന്നത്. എന്റെ ചേട്ടനെ പോലെ മുതലാളി. നിക്ക്. ഒരു പണി നീ ഡെലിവറിക്ക് വയ്ക്കൂ. ഡെലിവറിയാ? ഇത് ഏത് പിച്ചക്കാരൻ വിശേഷമാണ് ബസ് സ്റ്റോപ്പിൽ പിസ് ഓർഡർ ചെയ്തത്? അയ്യോ നീ എന്താണ് ഇവിടെ? ഞാനാ പിസ്സ ഓർഡർ ചെയ്തത്. നീ എന്നെ അങ്ങോട്ട് പോളല്ലേ? ആന്നാ നിന്നെ കണ്ടുമുട്ടി ഒറ്റ ദിവസം കൊണ്ട് മാനേജർ ഞാൻ എന്തേ ഡെലിവറി പോയി. നീ അല്ല ആരടാ എനിക്ക് ഇവിടെ ഉള്ളത്. നീ പഴയതെല്ലാം മറന്നൂലേ? നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചോരടാ? ഒരുമിച്ച് മരിക്കാൻ പോലും. ഒരുമിച്ച് മരിക്കാനായിട്ട് നിന്റെ കാമുകയല്ലേ ഞാൻ? എന്നെ പൊന്നു ഷേക്കേ, ഞാൻ ജീവിതത്തിൽ ഒരു സ്വപ്നം കണ്ടതാണ് കോടീശ്വരനാകാനായിട്ട്. ഇത്തിരി അഹങ്കാരവും വന്നുപോയി. നിനക്ക് പ്രശ്നം നിനക്ക് കിടക്കാനൊരു സ്ഥലമല്ലേ? അതിനെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. ഞാൻ ഈ വലിയ ബാഗൊന്ന് ഓർഡർ അനുസരിച്ച് എല്ലാവർക്കും പിസ്സ കൊണ്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു പിസ്സയൊക്കെ ഞാൻ തിന്നിട്ടും കൂടി ഇല്ല, അറിയാമോ? എടുത്തോ. എന്റെ കാശ് എന്തായാലും ഞാൻ തന്നെ കൊടുക്കണ്ടേ? ഇത് പിസ്സ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പശയല്ല, ഭയങ്കര പൈസ. കലിപ്പിലാണെന്ന് തോന്നുന്നു. ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി കാത്തുക്കുന്നു? എനിക്ക് ട്രാഫിക് ആയിരുന്നു. ഓ എന്നു തന്നെയല്ലേ പറയണേ? എന്നും ഇതന്നല്ലേ ചോദിക്കണേ. ആ ഇതാര്? ഹലോ ഹലോ, ആ ഇതാരുടെ ഈ പുതിയ കക്ഷി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ? ആളെ മനസ്സിലായില്ലേ? ഇല്ല. നമ്മള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 9 ബി പഠിച്ച ശ്രീധർ, നമ്മള് ക്ലാസ് കെട്ടിയത് എണ്ണത്തോണി കാണാൻ പോയപ്പോ സുകുമാരൻ സാറൊക്കെ ഓടിയില്ലേ? ആ കൂട്ടത്തിലുണ്ടായ ശ്രീധർ. ആ മനസ്സിലായി. ആയുർവേദം, അതാണ് എണ്ണത്തോണിയുടെ കാര്യം കൊണ്ടത്. മനസ്സിലായി. പെരേര, എന്നിട്ടിപ്പം അവൻ എവിടെ ഉണ്ട്? ആളെന്റെ കൂടെ ഉണ്ടെന്നേ. ആണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവനെ വിളിച്ചോണ്ട് വൈകുന്നേരം അങ്ങോട്ട് വീട്ടിലേക്ക് വാ. അത് പിന്നെ പറയണോ? ഓക്കെ. ഓക്കെ. എടി, ഇന്ന് വൈകിട്ട് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഓ കേട്ടു. ഇനി ഇതും അവിടെ കയറി കൂടാനുള്ളതാണോ? നീ എന്തിനാണ് വെറുതെ എഴുതാപ്പുറം വായിക്കണേ? അവൻ അവിടെ വരും, ഭക്ഷണം കഴിക്കും, അതുവഴി അങ്ങ് പൊക്കോളും. അങ്ങനെ പിന്നെ ഇതുപോലെ വന്ന് കേറിയോമാരാ ഇപ്പൊ അവിടെ ഉള്ളവരൊക്കെ.